രണ്ടാഴ്ചയായി എനിക്കിങ്ങനെ പനി വന്നും പോയും നിൽക്കാൻ തുടങ്ങിയിട്ട്. ആൻഡ് ഫൈനലി ഞാൻ വിചാരിച്ചു ഡോക്ടറെ പോയി കാണാമെന്ന്. അങ്ങനെ കണ്ടിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലഡിൽ ഇൻഫെക്ഷൻ, യൂറിൻ ഇൻഫെക്ഷൻ, പിന്നെ എവിടെയെങ്ങാണ്ടൊക്കെയോ ഇൻഫെക്ഷൻ. ഇന്നലെ വന്നിട്ട് ടെസ് എന്നോട് ചോദിച്ചു ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കി തരുമോ എന്ന്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കിണ്ണത്തപ്പം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉണ്ടാക്കി കൊടുത്തേക്കാം. പക്ഷെ ഇത് ഉണ്ടാക്കുന്ന പ്രോസസ്സ് വലിയ പിടുത്തമില്ല. അമ്മോട് ചോദിച്ചിട്ടാട്ടോ ചെയ്യണേ. ഞാൻ 3.5 കയ്യിൽ അരിപ്പൊടിയാണ് എടുത്തത്. അതിലേക്ക് ഒരു 10 സ്പൂൺ ഇതേപോലത്തെ ഈ സ്പൂണിൽ പഞ്ചസാരയും പിന്നെ ഒരു സ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു സ്പൂൺ ജീരകം ഇട്ട് നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് പരിപാടി പിഴിഞ്ഞ് വെച്ച തേങ്ങാപ്പാൽ ഒഴിക്കുക. ഇതൊന്നും ഞാനല്ല പിഴിഞ്ഞ്, ഇവിടെ ചേച്ചി പിഴിഞ്ഞ് തന്നതാണ്. എല്ലാം കൂടെ ഒഴിച്ചു. അമ്മ അവിടെ നിന്ന് പിന്നെയും ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ട്, മോളെ അത് ഭയങ്കര കട്ടിയാണ്, കണ്ടൂടെ, കുറച്ചും കൂടെ ഒഴിക്കുക. അപ്പം ഞാൻ ഓക്കെ വീണ്ടും എടുത്തു വെച്ച തേങ്ങാപ്പാൽ ഒഴിച്ച് അവസാനം തേങ്ങാപ്പാൽ കൂടി. അപ്പം ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടു. അപ്പോൾ അത് വീണ്ടും കട്ടിയായി. അപ്പോൾ ഞാൻ പിന്നെയും തേങ്ങാപ്പാൽ ഒഴിച്ചു. അങ്ങനെ ഒഴിച്ച് എന്താണ്ടൊരു പരുവത്തിലായിട്ടുണ്ട്. ഇത് ആക്ച്വലി മിക്സിയിൽ അടിക്കണമായിരുന്നു ജീരകം ഇടുന്നതിന് മുന്നേ. അത് പറഞ്ഞു തരണം, എന്നാലല്ലേ എനിക്കറിയുള്ളൂ. അവസാനം ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. ഇതിന് ശേഷം ഇനി എളുപ്പമാണ്. പാത്രം എടുക്കുക, എണ്ണ എല്ലാത്തും സ്പ്രേ ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ പരത്തുക. അത് കഴിഞ്ഞിട്ട് എല്ലാത്തിലേക്ക് മാവ് കോരി ഒഴിക്കുക. ആൻഡ് നെക്സ്റ്റ് അതിന് മുന്നേ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് വെക്കണം. പൊട്ടിത്തെറിയാണ് ഇന്നും മൊത്തത്തിൽ ശകുനപ്പഴ. എന്ത് ചെയ്താലും അതുമ്പോൾ പ്രശ്നം. ഇനി തട്ടിലോട്ട് ഈ ഓരോ പാത്രങ്ങൾ എടുത്ത് വെച്ച് വളരെ സൂക്ഷ്മമായി നമ്മൾ അതിലോട്ട് ഇത് ഇങ്ങനെ ഇറക്കി വെക്കുക. സംഭവം ഇറക്കി വെച്ച് മൂടി വെച്ചിട്ടൊരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്താൽ സംഭവം റെഡിയാവും. അത് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയ വഴിക്ക് ഫുൾ ആവി എൻ്റെ മുഖത്തോട്ടടിച്ചു. മുഖം അങ്ങോട്ട് പൊള്ളിപ്പോയി. നല്ല സുഖം ഉണ്ടായിരുന്നു. ഇനി ഇത് വെന്തോന്ന് നോക്കാനായിട്ട് മുനയുള്ള ഏതെങ്കിലും ആയുധം വെച്ച് കുത്തി നോക്കാനാണെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഇത് അമ്മയ്ക്ക് ഉണ്ടാക്കിയാൽ പോരെ? അങ്ങനെ നിങ്ങൾ ചോദിക്കരുത്, കാരണം വീഡിയോ എടുക്കേണ്ടത് എനിക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഈ ഗ്ലൗസ് പോലത്തെ എന്താണ്ടോ സാധനം ഇട്ടിട്ട് സംഭവങ്ങളൊക്കെ ഇറക്കി വെച്ച് ഓരോന്നും എവിടെ വയ്ക്കും ഇവിടെ വയ്ക്കാം. ഇന്ന് മൊത്തത്തിൽ കിളി പോയൊരു ദിവസമാണ് എൻ്റെ. അങ്ങനെയൊക്കെ ഉണ്ടാത്തപ്പം ഞാൻ ഉണ്ടാക്കി എങ്ങനെയോ, എന്നിട്ട് ഞാൻ എസക്കി കൊടുത്തു. കടിക്കുന്നതിന് മുന്നേ അവൾ സൂപ്പർ എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഞാൻ മാറി തക്കത്തിന് അവൾ എൻ്റെ അമ്മോട് പറഞ്ഞു, ഇങ്ങനെയല്ല ഞാൻ കടയിൽ നിന്ന് കഴിക്കുന്ന സാധനം, ഇത് മരം പോലെ ഇരിക്കണേ, നോട്ട് ദാറ്റ് വേർഡ്, മരം പോലെ ഇരിക്കണം. എൻ്റെ മോള് പറഞ്ഞത് മോളായി പോയി. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല.